1994 ഓഗസ്റ്റ് 15-ാം തീയതി തിങ്കളാഴ്ചയാണല്ലോ. നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ കർത്താവിന്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിതങ്ങളാണ്. ആദ്യമായി കുടുംബ പ്രതിഷ്ഠ നടന്നത് 1921. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. സ്നേഹമുള്ളവരെ, തെക്കേക്കര തറവാട്ട് യോഗം രൂപീകൃതമായി 31 വർഷമായി. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് റിപ്പോർട്ട് 2024-25. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ തറവാട്ട് യോഗത്തിൻ്റെ വാർഷികം നടക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മിൽ നിന്നും വേർപെട്ടു പോയ തെക്കേക്കര പൊതോറമ്പിൽ ലോനപ്പൻ തോമസ് കൊച്ചുവർക്കി മകൾ സിസ്റ്റർ 18 രൂപ. അങ്ങനെ ആകെ വരവ് 1,19,994 രൂപ. ചെലവിനങ്ങൾ വാർഷിക ക്ഷണക്കത്ത്, തോരണം, ഫ്ലക്സ് തുടങ്ങി. ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരിയായിരിക്കുന്ന ഫാദർ ജോൺസൺ തറയിലച്ഛനുണ്ട്. ഏറെ പുഞ്ചിരിയോടും സ്നേഹത്തോടും നമ്മോടൊപ്പം എപ്പോഴും ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. തെക്കേക്കര പൊതുപ്പറമ്പിൽ തറവാട്ട് യോഗം പ്രസിഡന്റും അധ്യക്ഷനുമായിരിക്കുന്ന ശ്രീമാൻ PC ആന്റണി, ഇന്നത്തെ സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ആൻഡ്രു ചുമനച്ച്, ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ച സെക്രട്ടറി ആൻഡ്രു. തെക്കേക്കര പൊതുപ്പറമ്പിൽ കുടുംബങ്ങളാണ് കൂടുതലായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരിയേറെ പ്രവർത്തിക്കാനായിട്ടുള്ള വേദികളുണ്ട്, അവസരങ്ങളുണ്ട്. അതിനനുസരിച്ച് ഉണർന്ന് ലോഹ്യമോ ഐക്യമോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ധാരണയോ ഓരോരുത്തരുടെ കാര്യത്തിൽ ഇടപെടുന്ന ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്ന രീതിയോ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ക്ഷമ എന്നുള്ളത് വലിയൊരു നിധിയാണ്. ആ ക്ഷമയുണ്ടെങ്കിൽ ലോകം മുഴുവൻ അത്ഭുതങ്ങൾ നടക്കും എന്നാണ് പറയുന്നത്. ഈ ജീൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ യുവാവിൻ്റെ സഹോദരനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വെടിവെച്ച് കൊന്ന ആ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അച്ഛൻ ഞങ്ങളുടെ ഈ ആലോചന കേട്ടപ്പോൾ തന്നെ വളരെ ആത്മാർത്ഥമായി തന്നെ ഞങ്ങൾ ആശീർവദിച്ച് ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് അന്ന് തന്നെ പറയുന്നുണ്ട്. വസ്തുത്തിൽ ആ അനുഗ്രഹമാണ് നമ്മുടെ വികാരിത്തും പറഞ്ഞു, ചേട്ടൻ കുറെ പ്രയത്നിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് യഥാർത്ഥത്തിൽ ഈ 33 വർഷം ഞാൻ ഈ കുറേ കാലം അതിനെക്കുറിച്ച് ഏലിയ ലോനപ്പനെയും തുടർന്ന് ശ്രീ ഡേവിസ് വരേദ്, ശ്രീ PC ആന്റണി അവരെ ആദരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ചുണ്ടനച്ചനെയും ക്ഷണിക്കുന്നു. ശ്രീമതി ആനി വർഗീസ്, അവരുടെ പ്രായത്തെ നമുക്ക് ബഹുമാനിക്കാം, അവർ ചെയ്ത സേവനങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. താങ്ക് യു സോ മച്ച്. ദൈവം അനുവദിക്കട്ടെ. അതോടൊപ്പം തന്നെ PV ഡേവിസ് ആൻഡ് LC ഡേവിസ്, ദൈവം
ദൈവം അനുഗ്രഹിച്ച് തന്ന ജീവിത നിമിഷങ്ങളെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. തുടർന്നും ദൈവം അതിനിട വരുത്തട്ടെ എന്ന് ഈ ഒരു യോഗത്തിന്റെ പേരിൽ ആശംസിക്കുന്നു. 2 ദമ്പതിമാരെയും നമുക്ക് കയ്യടികളോടെ തന്നെ ആദരവ് കൊടുക്കാം. ഡേവിസ് ആൻഡ് എൽസി ഡേവിസ്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേരിൽ തെറ്റുകളൊക്കെ ഉണ്ടാവും, ഞാനൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആശംസകൾ. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. പ്രത്യേകിച്ചും നമ്മുടെ തറവാട്ട് യോഗത്തിനും എല്ലാവർക്കും ആശംസകൾ കൊടുക്കുന്നു. ദൈവ ഇഷ്ടം അതുമാത്രം അത് മുഴുവൻ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതായിരുന്നു ഫാദർ കനീസിസ് അച്ഛൻ്റെ അതിതീവ്രമായ ആഗ്രഹം. തെക്കേക്കര കുടുംബത്തിലെ ഓരോ വ്യക്തിയും അവരവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ഇതിന്റെ എല്ലാ ആശംസകളും ഈ ദിനത്തിന്റെ പ്രത്യേകമായ ആശംസയും നവദമ്പതികൾക്കായി നേരുന്നു. അതോടൊപ്പം നമ്മുടെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ തറവാട്ടിൽ നിന്നും തെക്കേക്കര ഷാജി ആൻഡ് ജിസി മകൻ ലിയോ ഷാജി, പ്രിയപ്പെട്ട ബ്രദർ ലിയോ ഷാജിയെയും നമുക്ക് ഈ സമയം നമ്മുടെ പ്രാർത്ഥനാ മംഗളത്തോടു കൂടെ തന്നെ ഓർക്കാം. നവദമ്പതികൾക്ക് ആശംസകൾ നൽകുന്നു. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്.